ഇന്നും വളരെ ദാഹത്തോടെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനവും ദൈവശക്തിയും പ്രിയപ്പെട്ട ദൈവമക്കളുടെ മേൽ എൻ്റെ ദൈവം പകരുമാറാകട്ടെ. കർത്താവിൻ്റെ ജീവനുള്ള തിരുവെഴുത്ത് കേൾക്കാൻ രാവിലെയും വൈകുന്നേരവും വളരെ താല്പര്യത്തോടെ ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്കായി സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇന്ന് എന്തൊക്കെ തടസ്സമായി നിൽക്കുന്നു അതൊക്കെ ഇന്ന് കേൾക്കുന്ന ദൈവവചന ശക്തിയിൽ അത് തകർന്നു മാറട്ടെ. നമ്മുടെ ശ്രമങ്ങളെ വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യമുണ്ട്. നമ്മുടെ ശ്രമങ്ങൾ വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യം, നമ്മുടെ ഇനിഷ്യേറ്റീവ്സ് വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യമുണ്ട്. നമ്മുടെ ശ്രമങ്ങളെ ഇഷ്ടപ്പെടുകയും നോക്കുകയും ചെയ്യുന്ന ദൈവമുണ്ട്. നമ്മുടെ ഓരോ മൂവ്മെന്റ്സും വാച്ച് ചെയ്യുന്ന ഒരു സൈന്യമുണ്ട്. ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ദൈവത്തോടൊരു ശ്രമം നടത്തിയാൽ തടയാവുന്ന ശക്തികൾക്കൊന്നും തന്നെ തടയാൻ കഴിയാത്ത നിലയിൽ ശ്രമിക്കുന്നവനെ സാന്ത്വനിപ്പിക്കുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വചനം പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ശ്രമമാണ് അവനെ ദൈവത്തോടടുപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു മനുഷ്യൻ്റെ ശ്രമമാണ് അവനെ ദൈവത്തോടടുപ്പിക്കുന്നത്. ബൈബിളിൽ എവിടെയും തന്നെ ശ്രമിക്കാത്ത മനുഷ്യനെ ദൈവം തൊട്ടതായി കാണുന്നേയില്ല. എവിടെയെങ്കിലും ഉറങ്ങിക്കിടന്നൊരു മനുഷ്യനെ ദൈവം ചെന്ന് തൊടുകയും ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ പ്രവേശിക്കുകയും ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. എന്നാൽ ഉറങ്ങിക്കിടന്ന മനുഷ്യനെ ദൈവം തട്ടി ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ അവൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നെ കാര്യങ്ങൾ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. യെഹെസ്കേലിനെ കർത്താവ് തട്ടി വിളിച്ചു. അവൻ്റെ ഒരു ശ്രമമായിരുന്നു ദൈവത്തോട് സംസാരിക്കുക, ദൈവത്തോടു കൂടെ നടക്കുക എന്നുള്ളത്. ശേഷമാണ് അദ്ദേഹം അസ്ഥിത്താഴ്വരയിലെത്തിയതും അവിടെ തൻ്റെ പ്രവചനത്തിലൂടെ ഒരു സൈന്യത്തെ ഉരുവാക്കിയതും. എന്നതുപോലെ ദൈവം ഇന്ന് താങ്കളുടെ ഒരു ശ്രമത്തെ വെൽക്കം ചെയ്യുകയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതികരണത്തിൻ്റെ മറുപടി ഇന്ന് വെളിപ്പെടാൻ പോകുന്നത് ദൈവത്തിൻ്റെ പക്കൽ നിന്നാണ്. എന്നും ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ദൈവശബ്ദത്തിന് നിങ്ങൾ പ്രതികരിക്കണമെന്നാണ്. ഇന്ന് നമ്മുടെ പ്രതികരണങ്ങൾ ശ്രമകരമായി മുമ്പോട്ട് നമ്മൾ നടത്തുകയാണെങ്കിൽ, നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ, നമ്മളൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ, നമ്മളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഒരു അറ്റംപ്റ്റ് നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇന്ന് നിശ്ചയമായിട്ടും ഒരു അറ്റംപ്റ്റ് നടത്താൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ദൈവിക സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇന്ന് വ്യാപരിക്കാൻ പോവുകയാണ്. ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ എന്തൊക്കെ ശ്രമിക്കണം എന്ന് നമുക്ക് കാണാൻ കഴിയും. മുഴുവനും കിടക്കുന്നത് പുതിയ നിയമത്തിനകത്താണ്. ഒരു 4 പറയുന്നു. മുഴുവനും കിടക്കുന്ന ശ്രമം എന്തൊക്കെയാണ് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ശ്രമിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ശ്രമിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ശ്രമിക്കണമെന്ന് കർത്താവ് പറയുന്നത്, 1 തൊടുവാൻ ശ്രമിക്കണം, 2 കാണുവാൻ ശ്രമിക്കണം, 3 നിൽപ്പാൻ ശ്രമിക്കണം, 4 വരുവാൻ ശ്രമിക്കണം, 5 ഉറപ്പിക്കാൻ ശ്രമിക്കണം, 6 സമാധാനത്തിനും ആത്മീയ വർധനവിനും വേണ്ടി ശ്രമിക്കണം. ഈ 6 ശ്രമങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് വേഗത്തിലൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഇതിനകത്തുണ്ട് നമ്മുടെ ഉറപ്പ്, ഇതിനകത്തുണ്ട് നമ്മുടെ വിടുതൽ. ഈ വചനത്തിനകത്തുനിന്ന് പ്രൊഫറ്റിക്കലി പരിശുദ്ധാത്മാവ് ഒരുപക്ഷെ നിങ്ങളെ സ്പർശിച്ചെന്നിരിക്കും, ഒരുപക്ഷെ വേർഡിനകത്തുകൂടെ നിങ്ങളെ സ്പർശിച്ചെന്നിരിക്കും. ഏത് നിലയിലാണോ കർത്താവ് നിയോഗിക്കുന്ന ആ നിലയിൽ ഇന്ന് ഈ ഒരു വ്യത്യസ്ത ഡൈമെൻഷനിൽ ഈ വേർഡ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചേ. ഈ പറഞ്ഞ ശ്രമങ്ങൾക്കകത്തുനിന്ന് നമ്മളൊന്ന് നിൽക്കാൻ പോവുക. ദൈവം പറയുന്നത് ചെയ്യാൻ പോവുക. ദൈവം പറയുന്നത് ചെയ്തവൻ്റെ ജീവിതത്തിൽ കാഴ്ച വന്നിട്ടുണ്ട്.
കർത്താവ് എല്ലാവരെയും സ്പോട്ടിൽ വെച്ച് സൗഖ്യമാക്കിയില്ല. കർത്താവ് എല്ലാവരെയും സ്പോട്ടിൽ വെച്ച് സൗഖ്യമാക്കിയില്ല. ഒരു വ്യക്തിക്ക് കൈവച്ച് കണ്ണിന് സൗഖ്യം കൊടുത്തേക്ക് മറ്റൊരു വ്യക്തിക്ക് ചേറ് തേച്ചിട്ട് പറഞ്ഞു, നീ ബെഥേസ്ത എന്ന കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. ശീലോഹാം എന്ന കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. കുളത്തിൽ പോയി കഴുകാൻ കർത്താവ് പറഞ്ഞു എങ്കിൽ അവനൊരു ശ്രമം അവിടെ നടത്തണമായിരുന്നു. ഓ ഹല്ലേലൂയ! ഒരു ശ്രമം നടത്താനുണ്ട്. പലരും ശ്രമിക്കാത്തത് കൊണ്ട് ഇന്നും ആ പഴയ അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. കർത്താവ് ചെളി പുരട്ടിയല്ലോ, കാഴ്ച വന്നോളും. കർത്താവ് ചെളി പുരട്ടിയല്ലോ, കാഴ്ച വന്നോളും. കർത്താവിൻ്റെ കൈ അല്ലേ ചെളി പുരട്ടിയത്, കാഴ്ച വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും കുളത്തിൽ പോകാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇരിക്കുന്നിടത്ത് ഇരിക്കുന്ന രീതിയുണ്ട്. പഴയ വിശ്വാസത്തിൽ ഇരിക്കുന്നവരുണ്ട്, പഴയ സ്വഭാവത്തിൽ ഇരിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവം പറയുന്നു, നിന്റെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടാകട്ടെ. നിന്റെ ഭാഗത്തുനിന്നൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകട്ടെ. പ്രൈസ് ടു ജീസസ്. ആ കെട്ടിന്ന് പൊട്ടാൻ പോവുക ചിലരുടെ ജീവിതത്തിൽ നിന്ന്. ആ കെട്ട് പൊട്ടാൻ പോവുക. എന്താണ് തൊടുവാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ തിരുവചനം. ഞാനൊരു കാര്യം ചെയ്യാം, അതിൻ്റെ 18 മുതൽ വായിക്കാം. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും സൗഖ്യം പ്രാപിച്ചു. 19-ാമത്തെ വാക്യം. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. വാക്യം വളരെ പ്രാധാന്യമുള്ളതാണ്. സുവിശേഷങ്ങളാണ്, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, കേട്ടിട്ടുള്ളതാണ്. എന്നാൽ എന്നെ ഇതിനകത്ത് കർത്താവ് ഒത്തിരി ചിന്തിപ്പിക്കുന്നു. നോക്കൂ, ഈ വചനത്തിനകത്ത് തൊടുവാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. കാരണവും പുറകിൽ പറയുന്നുണ്ട്. എന്താണ്? അശുദ്ധാത്മാവ് അവന്റെ ശുശ്രൂഷയിൽ പുറപ്പെട്ടു പോകുന്നു. രോഗികളും സൗഖ്യം പ്രാപിക്കുന്നു. ഭയങ്കരമാകുന്ന വീര്യപ്രവർത്തികൾ നടക്കുന്നു. അതുകൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. എൻ്റെ ചിന്ത ഇതാണ്, ശ്രമിച്ച എല്ലാവർക്കും തൊടുവാൻ കഴിഞ്ഞുവോ? 1. 2, തൊട്ട എല്ലാവർക്കും സൗഖ്യം ലഭിച്ചുവോ? 2 ചോദ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഇവിടെ. വചനം വ്യക്തമായി പറയുന്നു, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. എന്നാൽ ശക്തി പുറപ്പെട്ടതിൻ്റെ തെളിവാണ് അശുദ്ധാത്മാക്കൾ പുറത്തുപോയത്. ഇന്ന് ഈ വചനം വീട്ടിലോട്ട് വലിച്ചെടുത്തോണം കേട്ടോ, വീട്ടിലോട്ട് വലിച്ചെടുത്തോണം. കേട്ടെ, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. ശക്തി പുറപ്പെട്ടതിൻ്റെ തെളിവാണ് ചില വ്യക്തികളിൽ നിന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടത്. ചില വ്യക്തികളിലെ രോഗികൾ സൗഖ്യമായത്. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. തൊട്ടു എന്ന് പറയുന്നില്ല, തൊടുവാൻ ശ്രമിച്ചു എന്നേ പറയുന്നുള്ളൂ. തൊടുവാൻ ശ്രമിച്ചു എന്നേ പറയുന്നുള്ളൂ. എൻ്റെ ചോദ്യം, തൊട്ട 10 പേരെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ല, തൊടാൻ ശ്രമിച്ച 10 പേരെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, ഈ 10 പേരും 10 ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തൊട്ടെ. 10 പേരുടെ കണക്കെടുത്താൽ 10 പേരും 10 ആവശ്യങ്ങൾ കൊണ്ടാണ് കർത്താവിനെ തൊട്ടെ. ഇതിൽ രോഗികളായിട്ടുള്ള പുരുഷാരം ഉണ്ടാവും, അശുദ്ധാത്മാവ് ബാധിച്ച പുരുഷാരം ഉണ്ടാവും, ദൈവത്തിന്റെ ശക്തിയെ കൊതിക്കുന്ന പുരുഷാരവും ഉണ്ടാവും. ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുന്നു. അപ്പൊ ശക്തിക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പർശനമായിരിക്കാം, സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്പർശനമായിരിക്കാം. എന്തോ എൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്,
അതിൽ നിന്നൊരു വിടുതൽ, എന്താ വിഷയമെന്ന് അറിയത്തില്ല. അപ്പം അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടിയിട്ടുള്ളൊരു സ്പർശനമായിരിക്കും. 10 പേരുടെ കണക്കെടുത്താൽ 10 ആവശ്യങ്ങളാണ്. 100 പേരെ എടുത്താൽ 100 ആവശ്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം, ഇതെല്ലാം ഒരൊറ്റ സ്പർശനം കൊണ്ട് വ്യത്യാസം വരുമെന്ന് തൊടാൻ ശ്രമിച്ചവർ വിശ്വസിച്ചിരുന്നു. ഇന്ന് ഞാൻ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ കാണുന്ന യൂട്യൂബിലുള്ളവരാകട്ടെ, സൂമിലുള്ളവരാകട്ടെ, നിങ്ങൾ 10 ആവശ്യമായിരിക്കാം, 100 ആവശ്യമായിരിക്കാം, 200 ആവശ്യമായിരിക്കാം. പക്ഷേ വേദപുസ്തകം പറയുന്നു, അന്ന് ആ നാട്ടിൽ എവിടെയുള്ളതാ, സോർ സീദോൻ എന്ന് പറയുന്ന ദേശത്തൊക്കെയുള്ള സോർ സീദോൻ എന്ന സമുദ്ര തീരങ്ങളിൽ നിന്നെല്ലാം ജനം വന്ന്, ഈ സമുദ്ര തീരങ്ങളിൽ ജീവിക്കുന്നവരാ, വിദ്യാഭ്യാസം വളരെ കുറവുള്ളവരാ, അവർക്ക് അവരുടെ പാരമ്പര്യ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാ. അവരാരും തിയോളജി കഴിഞ്ഞവരല്ല. അവരാരും വെളിപ്പാടുകളോട് ദർശനങ്ങളോട് ഒന്നും ജീവിക്കുന്നവരല്ല. പക്ഷെ ഒരു കാര്യം അവരുടെ പാരമ്പര്യത്തിന് തടയാൻ കഴിയാത്ത, അവരുടെ വളർത്തു രീതികൾക്ക് തടയാൻ കഴിയാത്ത, അവരുടെ വിശ്വാസത്തെ ക്രോസ് ഓവർ ചെയ്യുന്ന ഒരു വിശ്വാസം, ആമേൻ ആമേൻ ആമേൻ, ആ നാട്ടിൽ ഇങ്ങനെ പറയാം, നാട്ടുംപുറത്തുകാരായിട്ടുള്ള ഉൾഗ്രാമ പ്രദേശങ്ങളിലുള്ള ആ സമുദ്ര നദീതടവാസികളായിട്ടുള്ള ജനങ്ങളുടെ ഉള്ളത്തിൽ കയറിപ്പോയി. എന്താ അത്? അവരുടെ കണ്ണുകൊണ്ട് കാണുന്നു അവനിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത്. അവരുടെ കണ്ണുകൊണ്ട് കാണുന്നു ജനമെല്ലാം സ്വതന്ത്രമാകുന്നത്. അവരുടെ കണ്ണുകൊണ്ട് കാണുന്നു. അവരുടെ പാടങ്ങളിൽ കണ്ടതല്ല, അവരുടെ സമുദ്രങ്ങളിൽ കണ്ടതല്ല, അവർ പോയ കടലിൽ കണ്ടതല്ല, അവരുടെ പാരമ്പര്യങ്ങളിൽ കണ്ടതല്ല. വ്യത്യസ്തമായൊരു കാഴ്ച. എന്താ അത്? ദേണ്ടടാ, ഒരു മനുഷ്യനിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു. അവർ പുരോഹിതന്മാരിൽ കണ്ടിട്ടില്ലാത്തത്, ശാസ്ത്രിമാരിൽ കണ്ടിട്ടില്ലാത്തത്, അമാനുഷിക ശക്തികൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരിൽ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായൊരു ശക്തി പുറപ്പെടുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ പറയുക, ഇന്ന് ഈ വചനത്തിനകത്തുനിന്നൊരു ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിനകത്തുനിന്നൊരു ശക്തി പുറപ്പെടുകയാണ്. ആമേൻ. ഇന്നലെ വരെ നിങ്ങൾ കേട്ടിട്ടും പുറപ്പെട്ട് കണ്ടിട്ടില്ലാത്തൊരു ശക്തി ഇന്ന് താങ്കൾക്ക് ഈ സന്ദേശത്തിനകത്തുനിന്ന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലെ രോഗികളെ സൗഖ്യമാക്കാനാണ്. അത് നിങ്ങളിൽ തന്നെ ഇരിക്കുന്ന അശുദ്ധാത്മാക്കളെ പുറത്താക്കാനാണ്. അത് നിങ്ങളുടെ ഭവനത്തിനകത്ത് അവകാശം ചൊല്ലിയിരിക്കുന്ന ചില സാത്താനിക സാമ്രാജ്യങ്ങളെ തകർക്കാനാണ്. ശക്തി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് തൊടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, തൊട്ടവൻ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. ആമേൻ. തൊട്ടവൻ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, തൊടാൻ ശ്രമിച്ചു എന്നേ വചനം പറയുന്നുള്ളൂ. എല്ലാവരും തൊട്ടോ? തൊട്ട് കാണത്തില്ല. കാര്യം എന്നാണെന്നറിയോ? തൊടാൻ ചിലർ, ഞാനും കൂടെ പോയി തൊടാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ, എന്തിനാ? നമുക്ക് തൊടാൻ ആളില്ലാഞ്ഞിട്ടാണോ? നമുക്ക് ദൈവവചനം അറിയാഞ്ഞിട്ടാണോ? നമുക്ക് പുരോഹിതന്മാർ ഇല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ഒത്തിരി ആൾക്കാരുണ്ടാവും. പിന്തിരിപ്പിക്കാൻ കൂടെ ആളെ നിർത്തിയിട്ട് കർത്താവിനെ തൊടാൻ നിൽക്കല്ലേ. നമ്മുടെ ആത്മാവ് പറയുന്നു, ഈ വചനം എനിക്കുള്ളതാ, ഞാനിത് പിടിക്കാൻ പോവാന്ന് പറയുന്നു. പിടിച്ചേക്ക്. ഞാൻ ഇന്ന് കർത്താവിനോട് ചില സമയം ഇരിക്കാൻ പോവാ എന്ന് ചിന്തിച്ചാൽ ഇരുന്നേക്കുക. അതിന് പിന്നെ നമ്മൾ നാളും നാഴികയും നോക്കാൻ നിൽക്കല്ലേ. തൊടാൻ ശ്രമിച്ചു. ഈ ശ്രമങ്ങളിലാണ് സാത്താന്റെ പിടുത്തം. മനസ്സിലാക്കിക്കോണേ ഇനി മുതൽ. ഈ ശ്രമങ്ങളിലാണ് സാത്താന്റെ പിടുത്തം. തൊടുവാൻ സൗഖ്യമായവൻ ഭാഗ്യവാനാ. കാര്യം എന്താ വെച്ചാൽ അവന് കിട്ടി. അപ്പൊ ഒരിടത്ത് വിടുതൽ നടക്കുന്ന കണ്ടിട്ട് ഇന്ന് പിന്നെ കർത്താവ് എന്നെ സൗഖ്യമാക്കുമല്ലോ, എന്നെ വിടുവിക്കുമല്ലോ എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കയറിയിട്ടായിരിക്കും ഞാൻ ഇന്ന് മുതൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ പോവുക, ഇന്ന് മുതൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാൻ പോവുക, ഇന്ന് മുതൽ ഞാനും എല്ലാ ദിവസവും ഈ സന്ദേശം കേൾക്കാൻ പോവുക, ഇന്ന് മുതൽ ഞാൻ ഈ കൂട്ടായ്മയിൽ കൂടാൻ പോവുക എന്ന് നമ്മൾ ചിന്തിച്ച് അതിനുള്ള ശ്രമം നടത്തുമ്പോഴായിരിക്കും പുറകുവശത്തൂടെ ഒരു കുരുക്ക് വരുന്നേ. കൃത്യം 6:30 മണിയാവുമ്പോൾ എന്തെങ്കിലും ഒരു ഫോൺ കോൾ വരും. കൃത്യം 6:30 മണിയാവുമ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും വിശപ്പ് വരും. കൃത്യം 6:30 മണിയാവുമ്പോൾ ആരെങ്കിലും വന്ന് കോളിംഗ് ബെൽ അടിക്കും. കൃത്യം 6:30 മണിയാവുമ്പോൾ ഗസ്റ്റ് വരും. കൃത്യം 6:30 മണിയാവുമ്പോൾ നമുക്ക് ഉറക്കം വരും. എന്നിത്യാദി തടസ്സങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ ശ്രമത്തെ നിഷ്ഫലമാക്കി കളയാൻ ശത്രു ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നോടുള്ള ഒരു ദൈവത്തിൻ്റെ അടയാള സഹിതമുള്ള ഉറപ്പിക്കലാണ്. അങ്ങനെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്കാണ്
ആ ശക്തിയിൽ നിന്നുള്ളൊരു പങ്ക് ആവശ്യം. പ്രാർത്ഥിക്കാൻ തീരുമാനം എടുക്കുമ്പോൾ പറ്റാതെ ഇരിക്കുന്നെങ്കിൽ താങ്കളാണ് തൊടേണ്ടത്. അപ്പോൾ കാരണം താങ്കൾക്കാണ് അവനിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയുടെ പകർച്ച ആവശ്യം. Praise to Jesus. കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തൊടാൻ ശ്രമിച്ചിട്ടും കർത്താവിനെ തൊടാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ നഷ്ടമൊന്നുമില്ല. കാരണം അവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനെ തൊടുന്നുണ്ട്. സ്തോത്രം. ബൈബിൾ പറയുന്നു ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട്, ഈ പുറപ്പെടുന്ന ശക്തി ചിലരിലേക്ക് കയറാനാ പുറപ്പെടുന്നത്, ചിലരിലേക്ക് കയറാനും ചിലരിൽ ഒരു ക്രിയ ചെയ്യാനാ ഈ ശക്തി പുറപ്പെടുന്നത്. അല്ലാതെ ഞാൻ ദൈവമാണെന്ന് അറിയിക്കാനല്ല ഈ ശക്തി പുറപ്പെടുന്നത്. സ്തോത്രം. അന്യഭാഷയെ സംസാരിക്കുമ്പോൾ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അന്യഭാഷ സംസാരിക്കുമ്പോൾ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അന്യഭാഷ എന്തിനാ പറഞ്ഞ് കേൾപ്പിക്കുന്നതെന്ന് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അന്യഭാഷ പറഞ്ഞ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. അന്യഭാഷ പറയുമ്പോൾ അനുഭവിക്കുന്ന ഒരു സ്പർശനമുണ്ട്. ഇതൊരുപക്ഷെ അനുഭവിക്കുന്നവർക്ക് പോലും പറയാൻ അറിയത്തില്ല. പക്ഷെ അവൻ്റെ ലൈഫിൽ ആ ചേഞ്ച് നടക്കുമ്പോഴാണ് അറിയുന്നത്. സ്തോത്രം. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഒരു ശാപമാണ്. മനസ്സിലാക്കാൻ പറ്റാത്തത് തന്നെ ഒരു വല്ലാത്ത ശാപം. അന്യഭാഷ കേൾപ്പിക്കാൻ പറയുന്ന ഒന്നല്ല. അന്യഭാഷ ദൈവത്തോട് എന്നാ പിന്നെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ പോരെ എന്ന്. മറുപടിയില്ലാത്ത കാര്യങ്ങളാണ്. സ്തോത്രം. എന്തിനാണ് ഈ അന്യഭാഷയിൽ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ അധികം സംസാരിക്കുന്നതെന്നറിയാമോ? നമ്മുടെ മലയാളം വാക്കുകൾക്ക് ചെന്ന് തൊടാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്. ആ ഭാഗത്തേക്ക് ആത്മാവിൻ്റെ ഭാഷകൾ കടന്നു ചെല്ലുന്നത് നമ്മുടെ വാക്കുരൂപത്തിലല്ല, അധികാരത്തിൻ്റെ രീതിയിലാണ് പോകുന്നത്. അധികാരത്തിൻ്റെ രീതിയിലാണ് പോകുന്നത്. അതവിടെ ചെന്ന് ചെയ്യേണ്ടത് ചെയ്യും, ചെത്തേണ്ടത് ചെത്തും, തുറക്കേണ്ടത് തുറക്കും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ശക്തി പുറപ്പെടുന്നു, ശക്തി പുറപ്പെടുന്നു, ശക്തി പുറപ്പെടുന്നു. പുറപ്പെടുന്ന ശക്തി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പുറപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇവിടുന്ന് പുറപ്പെടുന്നത് ഒരിടത്തേക്ക് ചെല്ലണമെന്ന ആവശ്യം കൊണ്ട്, ഒരിടവും ചെല്ലാനില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നാൽ പോരെ? ഒരിടവും ചെല്ലാനില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നാൽ പോരെ? ഞാൻ ഇവിടുന്ന് പുറപ്പെടുന്നത് ഒരിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, ചെല്ലാൻ വേണ്ടിയിട്ടാണ്, ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പുറപ്പെടുന്ന എനിക്കൊരു ഉദ്ദേശം ഉള്ളതുപോലെ തന്നെ കർത്താവിങ്കൽ നിന്നൊരു ശക്തി പുറപ്പെടുമ്പോൾ അതിനൊരു ബെനിഫിഷ്യറി ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതിനൊരു ബെനിഫിഷ്യറി ഉണ്ടായിരിക്കും. ഒന്ന് ആമേൻ പറഞ്ഞിട്ട് പറയണം, പിതാവേ ഇന്ന് ആ ശക്തി പുറപ്പെട്ടിട്ട് വന്ന് ചേരുന്ന ബെനിഫിഷ്യറി ഞാനായിരിക്കണേ കർത്താവേ. ഒന്ന് പറഞ്ഞേ, ആ ബെനിഫിഷ്യറി ഞാനായിരിക്കണേ. നമ്മൾ ഈ പറയുന്ന പോലെ ആ രക്തസ്രവക്കാരിയായ സ്ത്രീയെക്കുറിച്ചൊക്കെ കേട്ട് മടുത്തുപോയി. നിങ്ങൾ ആ സ്ത്രീയുടെ റെവലേഷൻ എന്താന്ന് ചിന്തിക്കണം. ഈ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ ഊർന്ന് കയറി ആ സ്ത്രീ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ മതിയെന്ന് ചിന്തിച്ചതിൻ്റെ കാരണം, ഞാൻ ഇന്നെടുക്കുന്ന മെസ്സേജിനെ കുറിച്ച് കർത്താവ് അന്ന് ആ സ്ത്രീക്കൊരു ഓർമ്മ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു വെളിപ്പാട് കൊടുത്തിട്ട്. എന്താണെന്നറിയാമോ? ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടിട്ടാണ് ക്രിയ ചെയ്യുന്നതെന്ന് അവൾ മനസ്സിലാക്കി. കർത്താവിൻ്റെ കൈ വെക്കുന്നതുകൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ കൈ വെക്കുമ്പോൾ കയ്യിലൂടെ പുറപ്പെടുന്നൊരു ശക്തി ഉണ്ട് എന്ന് ആ രക്തസ്രവക്കാരിയായ സ്ത്രീ മനസ്സിലാക്കിയത് കൊണ്ട്, മക്കളെ മനസ്സിലാക്കി തൊട്ടിട്ടേ കാര്യമുള്ളൂ, മനസ്സിലാക്കി തൊട്ടിട്ടേ കാര്യമുള്ളൂ, മനസ്സിലാക്കി തട്ടിയിട്ടേ കാര്യമുള്ളൂ, മനസ്സിലാക്കി ആമേൻ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. പ്രൈസ് ടു ജീസസ്. കാരണം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മുടെ ഡെലിവറൻസ് ഇരിക്കുന്നത്. പ്രൈസ് ടു ഗാഡ്. ഹല്ലേലൂയ. ഇവിടെ ആ സ്ത്രീക്ക് സൗഖ്യമില്ലായിരുന്നു, പക്ഷെ അവൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അവൾക്ക് സൗഖ്യമില്ലായിരുന്നു, നമുക്ക് രക്തസ്രാവത്തിന്റെ അസുഖമാണ്, അല്ല ആ ഒരു അവസ്ഥയാ. അസുഖമല്ല അത്, അതൊരവസ്ഥയാണ്. പക്ഷെ അവൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. നോക്കിയേ, പലപ്പോഴും നമുക്ക് ഒന്ന് കാണത്തില്ല, പക്ഷെ മറ്റൊന്ന് കാണും.
നമുക്ക് വിഷയത്തിന്റെ വിടുതൽ ഇപ്പോൾ ഉണ്ടായിരിക്കില്ല, പക്ഷേ വിഷയത്തിന് വിടുതൽ എടുക്കേണ്ട രീതികളെ കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. ഇത് ബിബ്ലിക്കലി നിങ്ങളത് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. ആ സ്ത്രീക്ക് ഒത്തിരിയും വൈദ്യന്മാരെ അറിയാമായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു വൈദ്യനെ അറിയാം. ഈ ഇത്രയും നാൾ മരുന്ന് കൊടുത്ത വൈദ്യനെല്ലാം അവൾക്ക് കാണത്തക്ക രീതിയിൽ മെഡിസിൻ എഴുതുകയും മെഡിസിൻ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നുവെങ്കിൽ ഈ വൈദ്യനെ കുറിച്ച് അവൾ കേട്ടിരിക്കുന്നത് കാണത്തക്ക രീതിയിൽ ഗുളികയൊന്നും പൊതിഞ്ഞു തരത്തൊന്നുമില്ല, പക്ഷെ അവനിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി സ്പോട്ടിൽ സൗഖ്യമാക്കുന്നത്. ഞാൻ ഇന്ന് ആർക്കോ വേണ്ടി ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്പോട്ടിലാണ് വിടുതൽ നടക്കുന്നത് ഇവിടെ. മറ്റേത് കഷായം കുടിച്ചാലും ലേഹ്യം കഴിച്ചാലും രസായനം കഴിച്ചാലും എല്ലാം തുടർച്ചയായി ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം കഴിക്കണമെന്ന് പറയുന്നുവെങ്കിൽ ഇവിടെ സ്പോട്ടിൽ വന്ന് തട്ടുന്നത് കൊണ്ട് വിടുതല. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ആമേൻ. 1 മാസം കഴിഞ്ഞ് വിടുതൽ നടന്നിട്ട് കാര്യമില്ല, 2 മാസം കഴിഞ്ഞ് മറുപടി കിട്ടിയിട്ട് കാര്യമില്ല. ഇതിന് സ്പോട്ടിൽ ഒരു വിടുതൽ വേണം കർത്താവേ, ഇപ്പൊ വിടുതൽ നടക്കണം കർത്താവേ, ഇന്ന് സംഭവിക്കണം കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവി വചനത്തിലൂടെ സംസാരിക്കുന്നു. ഇതിനിപ്പോൾ വേറെ ഒരു റെമഡിയും ഇല്ല. ശക്തി പുറപ്പെട്ടു വന്ന് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഈ ശക്തിയുടെ പ്രത്യേകത ഇതാണ്: സ്പോട്ടിൽ നിനക്ക് മറുപടി നൽകുന്ന ഒരു ശക്തി, സ്പോട്ടിൽ മറുപടി നൽകുന്ന ഒരു ശക്തി. അതിന് ശ്രമിക്കേണ്ട പങ്ക് എൻ്റെ കയ്യിലാണ്, ശ്രമിക്കേണ്ടത് ഞാനാണ്. ഇവിടെ ആ സ്ത്രീ ബന്ധപ്പെട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടതുപോലെ, ഇവിടെ പുരുഷാരം ബന്ധപ്പെട്ട് ആമേൻ യേശുവിനെ തൊടുവാൻ ശ്രമിച്ചതുപോലെ ഒരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ക്രിയ ഇതിനകത്ത് നടന്നിരിക്കും. അപ്പോൾ തൊടുവാൻ ശ്രമിച്ചു. രണ്ടാമത് വചനം പറയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. ഞാനിത് വായിക്കുന്നില്ല, കഴിഞ്ഞ ദിവസം ഞാനിതൊരു മെസ്സേജായിട്ട് തന്നെ എടുത്തു. സക്കായി എന്ന് പേരുള്ളൊരു മനുഷ്യൻ യേശുവിനെ കാണുവാൻ ശ്രമിച്ചു. ഞാൻ അതിനെക്കുറിച്ച് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്കതൊരു മെസ്സേജായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കാണുവാൻ ശ്രമിച്ചു. അതിനകത്തൊരു ദൂത് മാത്രം പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. കാണുവാൻ ശ്രമിച്ചു. ദൈവത്തെ കണ്ടെത്താകുന്ന സമയത്ത് അന്വേഷിപ്പിനെന്ന് പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളിൽ പറയുന്നു. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അന്വേഷിപ്പിൻ. നമുക്ക് വിടുതലിനാണെങ്കിലും നമ്മുടെ ബ്ലെസ്സിങ്ങിനാണെങ്കിലും സമാധാനത്തിലാണെങ്കിലും വ്യത്യാസത്തിലാണ് ദൈവം അവസരങ്ങൾ തരും. ഈ അവസരം നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അല്ല നമ്മൾ എങ്ങനെ ആ അവസരത്തെ എടുക്കുന്നോ, അതുപോലെ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി വരത്തുള്ളൂ. ഈ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ്റെ പട്ടണത്തിൽ കൂടെ യേശു പോകുന്നു എന്ന ഒരു കേൾവി കേട്ടിട്ടാണ് ഈ മനുഷ്യൻ പരിമിതികളെ മറന്ന് യേശുവിനെ കാണാൻ ശ്രമിച്ചത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അവനെ കാണാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വരാൻ സാധ്യതയുള്ളപ്പോൾ നിങ്ങൾ അവനെ തൊടുവാൻ ശ്രമിക്കുക. ഒരു വിടുതൽ നടക്കാൻ അവസരമുള്ളപ്പോൾ നിങ്ങളത് പ്രാപിക്കാൻ ശ്രമിക്കുക. ശ്രമങ്ങളെക്കുറിച്ച് വ്യത്യസ്ത നിലകളിൽ ബൈബിൾ പറയുന്നു. സക്കായി യേശുവിനെ കാണുവാൻ ശ്രമിച്ചു. ഞാൻ വേഗം അവിടെ നിന്ന് പോവുകയാണ്. 3-ാമത്തത് പറയുന്നു, നിൽപ്പാൻ ശ്രമിക്കുക. 2 തിമോത്തി chapter 2 verse 15. 2 തിമോത്തിയോസ് 2:15. 2 തിമോത്തിയോസ് 2:15 വചനം പറയുന്നു, നോക്കിയേ. ആകയാൽ സെക്കൻഡ് തിമോത്തി 2:14 മുതൽ വായിക്കുകയാണ് കേട്ടോ. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവരായി നിൽപ്പാൻ ശ്രമിക്കുക. എനിക്ക് തിമോത്തിയോസിന്റെ ലേഖനം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ശുശ്രൂഷകർക്കും വിശ്വാസികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ലേഖനമാണ് തിമോത്തിയോസിന്റെ ലേഖനം. പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം എത്ര അർത്ഥവത്തായ നിലയിലാണ് സംസാരിക്കുന്നതെന്നറിയാമോ? നോക്കിയേ, നമ്മൾ ഒരേ സമയം മനുഷ്യനും വിളങ്ങണം ദൈവത്തിനും വിളങ്ങണം എന്നുള്ള രീതിയിലത്തെ ജീവിതവും ചിന്താഗതിക്കാരുമാണ്. മനുഷ്യർക്കും എന്നോട് പ്രസാദം ഉണ്ടാവണം, ദൈവത്തിനും എന്നോട് പ്രസാദം ഉണ്ടാകണം. എന്നാൽ ഞാൻ കൂടുതലും ശ്രമിക്കുന്നത്, ആരെയും പിണക്കാൻ ശ്രമിക്കുമെന്നല്ല,
കൂടുതലും ശ്രമിക്കുന്നത് ദൈവത്തിന് കൊള്ളാകുന്നവനായി ജീവിക്കാനാണ് എന്ന് പറഞ്ഞ് മനുഷ്യനെ വെറുപ്പിക്കുന്നവനും അല്ല. എന്നാൽ ചില കാര്യങ്ങൾ വളരെ മൂർച്ചയോടുകൂടെ സംസാരിക്കേണ്ടി വന്നാൽ അങ്ങനെ തന്നെ സംസാരിക്കാൻ മടിയില്ലാത്തൊരു വ്യക്തിത്വം കൂടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കാരണം ആ മറുപടി പറയാതെ ദൈവമഹത്വപ്പെടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, അപ്പോൾ ഒരു സത്യം ഒരു വ്യക്തി പറയാൻ കടംപെട്ടിരിക്കുന്നുവെങ്കിൽ അത് പറഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ദൈവവചനത്തെയോ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടതോ ആകുന്ന ചില ചോദ്യങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നേരെ വരുന്നു എങ്കിൽ, അതിന് മറുപടി അർഹിക്കുന്നതാണെങ്കിൽ അതതുപോലെ തന്നെ കൊടുത്തുകൊണ്ട് നാം ലജ്ജിപ്പാൻ സംഗതിയില്ലാതെ നിൽക്കണം. പ്രൈസ് ടു ജീസസ്. പലതും ആത്മീയ ജീവിതത്തിൽ നമ്മൾ പറയാത്തതാണ് പലതിൻ്റെയും തുടർച്ചയ്ക്ക് കാരണം. എന്നാൽ ഒരു വ്യക്തി ശബ്ദമുയർത്തുന്നത് കൊണ്ട് കുറച്ചെങ്കിലുമൊക്കെ അതിനൊരു ഒരു 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 ശമനം വരുമെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ശ്രമിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ? സത്യവചനം കൊടുക്കാൻ ശ്രമിക്കണം. 2, ഇതിനകത്തുള്ള രണ്ടാമത്തെ കാര്യം കേട്ടോ പറയുന്നേ, ലജ്ജിപ്പാൻ സംഗതി ഇല്ലാതെ വരേണ്ടതിന് ശ്രമിക്കണം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് വിശ്വാസ ജീവിതം. കാരണം വിശ്വാസം കൊണ്ട് അസുഖം വന്നാൽ മരുന്ന് കഴിക്കാത്ത ആൾക്കാരുണ്ട്. ഞാൻ അതിനെതിരല്ല. അസുഖം വരുമ്പോൾ മെഡിസിൻ എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിനും ഞാൻ എതിരല്ല. ഞാൻ രണ്ട് കാര്യത്തിനും എതിരല്ലല്ലോ. ഒരു വ്യക്തിയുടെ വിശ്വാസമാണ് കർത്താവിനെ സൗഖ്യമാക്കി. എത്രയോ ദൈവമക്കൾ പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നേടിയിരിക്കുന്നതെന്നറിയാമോ? പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നേടിയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ നമ്മുടെ TPM-ലുള്ള ഒരു കൂട്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. TPM-ലുള്ള അപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. സംസാരിക്കാൻ കൊള്ളാം, കുറച്ചൊക്കെ ഒരു സ്പിരിറ്റുള്ള വ്യക്തിയാണെന്ന് തോന്നി. പറഞ്ഞു, പാസ്റ്റർ ഞാൻ സത്യം പറഞ്ഞോട്ടെ, ഞാൻ ഇന്ന് വരെ എൻ്റെ ആയുസ്സിൽ ഇന്ന് വരെ എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഞാൻ ഇന്ന് വരെ മെഡിസിൻ എടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്നുവരെ മെഡിസിൻ എടുത്തിട്ടില്ല? ഇല്ല, ഞാനൊരു പാരസെറ്റമോൾ പോലും എടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ അതെങ്ങനെ? അപ്പോൾ പറഞ്ഞു, പാസ്റ്റർ ഞാനത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. TPM-ൻ്റെ കാര്യം പിന്നെ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. അവർക്കൊരു വ്യക്തമായ ഒരു അച്ചടക്കവും ഒരു പ്രത്യേക ഒരു വിശ്വാസമാണ്. കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുണ്ട്. ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ പറഞ്ഞു, ഇല്ല പാസ്റ്റർ ഞാനത് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാറുണ്ട്. ഇതുവരെയും എൻ്റെ രോഗങ്ങളെല്ലാം തന്നെ സൗഖ്യമായിട്ടുമുണ്ട്. അതിൽ ജോണ്ടിസ് എന്ന് പറയുന്നൊരു രോഗം വരെ സൗഖ്യമായി എന്നാണ് അവർ പറയുന്നത്. മഞ്ഞപ്പിത്തം, അവർക്കത് സൗഖ്യമായി എന്നാണ് അവർ പറയുന്നത്. ഞാനത് വിശ്വസിക്കാനൊന്നും തയ്യാറല്ല. ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ കണ്ണും കാലും ഇല്ലാത്തവർക്ക് കർത്താവ് അത് നൽകിയെങ്കിൽ പിന്നെയാണോ ജോണ്ടിസ് സൗഖ്യമാകാൻ? അപ്പോൾ സൗഖ്യമായി എന്ന് പറയുന്നു. അപ്പോൾ പ്രാർത്ഥനയിലുള്ള അവരുടെ വിശ്വാസമാണ് അതിൻ്റെ കാരണം. അവർ ലജ്ജിക്കാൻ സംഗതി വന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ഈ ശ്രമം ദൈവമക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ആരും എന്നെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി പ്രസംഗിക്കണ്ട. ആരും എന്നെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി നല്ല പിള്ള ചമയണ്ട. ആരും എന്നെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കി നിർത്തണ്ട. ഞാൻ ദൈവത്തിന് കൊള്ളാകുന്നവനായി മാത്രം ജീവിക്കാൻ ശ്രമിക്കുക. എന്താ ഈ ശ്രമിക്കുക എന്ന് പറയുന്നത്? ശ്രമിക്കുക എന്ന് പറയുന്നത് കാരണം നിന്നെ അതിന് പ്രാപ്തനാക്കുന്നത് ദൈവമാണ്. മക്കളെ, ഒന്നും നമ്മുടെ കഴിവ് കൊണ്ട് നടക്കത്തില്ല എന്നും പറഞ്ഞ് നമ്മൾ പുട്ടും കടലയും കഴിച്ച് കയ്യും കെട്ടിയിരിക്കാനല്ല കർത്താവ് പറയുന്നത്. പലരും അങ്ങനെ ശ്രമിക്കത്തില്ല. എനിക്കതിൽ ഭയങ്കര ദേഷ്യമുണ്ട്. സ്നേഹത്തോടെയുള്ള ദേഷ്യമാണ് കേട്ടോ. ശ്രമിക്കത്തില്ല, കയ്യും കെട്ടിയിരുന്നിട്ട് എല്ലാം കർത്താവ് തരണമെന്ന് പറയും. എഴുന്നേറ്റ് പ്രവർത്തിക്കത്തേയില്ല. കർത്താവ് തരണം. സ്തോത്രം. ദൈവമക്കളെ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു വാക്കിതാ, പ്രാർത്ഥിക്കുന്നത് നല്ലത്, അതുപോലെ പ്രവർത്തിക്കും സ്ഥാനം കൊടുക്കണം. പ്രാർത്ഥിച്ചിട്ട് കണ്ണും പൂട്ടി കയ്യും കെട്ടി ഇരിക്കുന്നവന്റെ അരികത്ത് പോലും കർത്താവ് വരത്തില്ല കേട്ടോ.
എന്നാൽ പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചതിന് ശേഷം അക്കാര്യത്തിൻ്റെ വിടുതലിന് വേണ്ടി, മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ നിന്റെ കൂടെ കർത്താവ് നിൽക്കും. മറ്റതിനെ മടിയൻ്റെ കാറ്റഗറിയിൽ കർത്താവ് ഉൾപ്പെടുത്തും. സ്തോത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങുക. നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു. എക്സാമ്പിൾ ആട്ടോ. നിങ്ങൾ കർത്താവേ എനിക്കൊരു വീട് തരണേ, ഈ വീട് പണിയാൻ കൃപ തരണേ, പണം തരണേ. നമ്മൾ പ്രാർത്ഥിച്ചു, എന്നിട്ട് വീട്ടിൽ കയറി ഇരുന്ന പണം വീട്ടിൽ വന്നിരിക്കുമോ? മിറാക്കിൾ മണിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇല്ല എന്നല്ല കേട്ടോ, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷേ സ്ഥലത്തിന്റെ ആധാരം കർത്താവ് എഴുതി സൈൻ ചെയ്ത് വീട്ടിൽ കൊണ്ട് വെച്ച് തരുമോ? നിങ്ങൾ സ്ഥലം നോക്കാൻ ഇറങ്ങി പോണം. വിശ്വാസത്തോടെ പോവേണ്ട കേട്ടോ. 2, അടിസ്ഥാന പണിയണമെന്ന് പറയും. നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങണം. ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് അടിസ്ഥാനം പണിയണം കർത്താവേ, വീട് പണിയണം കർത്താവേ, കൂര കെട്ടണം കർത്താവേ, വാർക്കണം കർത്താവേ എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് അവിടെ ഇരിക്കും. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. സ്തോത്രം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഫണ്ട് റൈസിങ്ങിന് വേണ്ടി നിങ്ങളൊന്ന് 2 കോളെങ്കിലും ചെയ്യുക. ഇതിനപ്പുറം ഒന്നും എനിക്ക് ലളിതമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ. പലരും പ്രാർത്ഥിച്ച് മടിയന്മാരായിട്ടിരിക്കുന്നവരാണ് കൂടുതൽ. കർത്താവ് പ്രവർത്തിക്കില്ല. എന്നിട്ട് മുഴുവൻ പഴിയും കർത്താവിന്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് അതേ വിശ്വാസത്തോടെ നിങ്ങൾ ചുവട് വെക്കുക. ദൈവം അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കും. ഞാൻ നമ്മുടെ ഇവിടെ ഈ ഒരു പ്രെയർ ഹോളിന് വേണ്ടി നമ്മളിവിടെ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിതെല്ലാം കൂടെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഇതിനൊരു പരസ്യവും ഞാൻ ഇതിനകത്ത് കൊടുത്ത് കഴിയുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കയറി കയ്യും കെട്ടിയിരുന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നാട്ടുകാർ നടത്തണമെന്നാണോ എൻ്റെ അർത്ഥം? ആണോ? എൻ്റെ ഭാഗത്തുനിന്നൊരു കോൺട്രിബ്യൂഷൻ എനിക്ക് വേണം എന്ന ആഗ്രഹത്തോടെ എന്നാൽ കഴിയുന്ന വേല ഞാൻ ഇതിനകത്ത് ചെയ്യുന്നു. നോട്ട് ഇതിനകത്ത്, പുറത്ത് ഞാൻ ചെയ്യുന്നു. അതിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നു. നമുക്കൊരു നീതി വേണ്ടേ ദൈവസന്നിധിയിൽ? സ്തോത്രം. നമുക്കൊരു നീതി വേണ്ടേ ദൈവസന്നിധിയിൽ? ഹല്ലേലൂയ. എന്നാൽ കഴിയുന്ന കോൺട്രിബ്യൂഷൻ കർത്താവ് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടാണ് ഈ പണിക്ക് വേണ്ടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി എത്ര ലക്ഷം രൂപ ഇനി ആവശ്യമുണ്ടെന്നറിയാമോ? ഹല്ലേലൂയ. ബട്ട് ഞാൻ ഡൗൺ ആവുന്നില്ല. ഞാൻ ഇനി എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ പ്രാർത്ഥനയിൽ ഞാൻ പോരാടും. ശേഷം ഞാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. കർത്താവ് അത് പൂർത്തീകരിക്കും. ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, ശ്രമിക്കുക. മൈ ഗോഡ്, എൻ്റെ മെസ്സേജ് എങ്ങോട്ടൊക്കെയോ തിരിയുന്നു. ശ്രമിക്കുക. ഇത് ആവശ്യമുള്ള മെസ്സേജ് ആകട്ടെ. ഞാൻ വ്യക്തമായി മനസ്സിലാക്കും, ഇത് ആവശ്യമുള്ള മെസ്സേജ്. ശ്രമിക്കുക. പലരും മക്കളെ നിങ്ങൾ പരീക്ഷ എഴുതി തോറ്റുപോയോ? ശ്രമിക്കുക. നിങ്ങൾ ഇന്റർവ്യൂവിന് പോയി തോറ്റുപോയോ? കിട്ടിയില്ലേ? ശ്രമിക്കുക. നിന്നെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തോ? അടുത്ത ജോലിക്ക് ശ്രമിക്കുക. ഇതെല്ലാം ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നതുകൊണ്ട് ആ വാക്കങ്ങ് വെട്ടിക്കളഞ്ഞേക്ക്. ശാപം ഉണ്ടാക്കല്ലേ. പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്ന ജോലി കിട്ടുന്ന അനുഭവത്തെക്കുറിച്ച് അല്ല പെന്തക്കോസ്ത്. അത് പരിശുദ്ധാത്മ നിറവിന്റെ അനുഭവമാണ് കുഞ്ഞെ. വേറെ ആരും പെന്തക്കോസ് മതത്തിൽ വന്ന്, പെന്തക്കോസ് ഒരു മതമല്ലടോ. ഹല്ലേലൂയ. ഇതെന്തോ അറിയാതെയൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങ് വിടുക. ഇതെല്ലാം ചെന്ന് കൊള്ളുന്ന ഒരാത്മാവുണ്ട് കേട്ടോ. പ്രൈസ് ടു ജീസസ്. ശ്രമിക്കുക. ജോലി ടെർമിനേറ്റ് ആയോ? അടുത്തൊരു ജോലിക്ക് പ്രാർത്ഥിച്ച് ശ്രമിക്കുക. നിരാശപ്പെട്ടു പോകരുത്. കടം ഒരു ഭാരമാണ്, സത്യമാണ്. തീർക്കാൻ പ്രാർത്ഥിക്കുക, ശ്രമിക്കുക. യേശുവിനെ തൊടാൻ പ്രാർത്ഥിക്കുക, ശ്രമിക്കുക. ഇവിടെ അതാ ചെയ്തവര്. അപ്പോൾ ഇവിടെ വചനം പറയുന്ന നോക്കിയേ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. ഈ വചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ പൗലോസിന് എഴുതിയാവോ പോരെ? പക്ഷെ തിമോത്തിയോസിനോട് പറയുന്നൊരു വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. സത്യമേ വചനമായി കൊടുക്കാവൂ. ഇവിടെ ജീവിതത്തിൽ ഒരു നേര് വേണം. സത്യമേ ജനത്തോട് പറയാവുള്ളൂ. നിങ്ങൾക്ക് 2 മീറ്റിംഗ് കുറഞ്ഞു കിട്ടിയാൽ മതി. നിങ്ങളെ 2 പേര് കുറച്ച് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഫ്രണ്ട്സ് കുറഞ്ഞിരുന്നാൽ മതി. എങ്കിലും സത്യമേ പറയാവൂ.
സത്യമേ വചനമായി കൊടുക്കാവൂ, സത്യമേ സംസാരിക്കാവൂ. നമ്മളെ കാണുന്നവർ കണ്ടാൽ മതിയെന്നേ, നിങ്ങൾ മുഴുവൻ നാട്ടിലുണ്ണിയും കണ്ണിലുണ്ണിയും ആയിരിക്കുന്നു, ദൈവത്തിന് അതല്ല എങ്കിൽ നമുക്ക് എന്താ പ്രയോജനം? ദൈവത്തിന് കൊള്ളാവുന്നവനായി അവിടെ പൗലോസ് എഴുതിയേക്കുന്നത്. പക്ഷെ അത് ഭയങ്കര വലിയൊരു വാക്കാണ്. ദൈവത്തിന് കൊള്ളാവുന്നവനായി. നാട്ടിൽ ഇഷ്ടനും ഇഷ്ടപുത്രനും കണ്ണിലുണ്ണിയൊക്കെ ആയിരിക്കും. ഒത്തിരി കണ്ണിലുണ്ണി ആയാലും പ്രശ്നമാണ്, കണ്ണ് കാണാണ്ട് വരും. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന് കൊള്ളാവുന്നവനായി ജീവിച്ചാൽ സഹോദര, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. ഈ വേലക്കാർക്ക് നേരെ ഭയങ്കര പോരാട്ടാട്ടോ. തിമോത്തിയോസിന് എഴുതിയതാ, നമുക്കും കൂടെ ഉള്ളതാ. വേലക്കാർക്ക് ഭയങ്കര ഈ വേല ചെയ്യുന്നവർ എന്നെ കാണുന്നുണ്ടോ? സുവിശേഷ വേല ചെയ്യുന്നവർ എന്നെ കാണുന്നുണ്ടോ? പോരാട്ടമുണ്ട്. അത് ഏറ്റവും കൂടുതൽ വരുന്നത് ലജ്ജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരിക്കും. ലജ്ജിപ്പിക്കാൻ. നമ്മുടെ വീട്ടിൽ നമ്മളെ ലജ്ജിച്ചെന്ന് വരും, സമൂഹത്തിൽ നമ്മളെ ലജ്ജിപ്പിച്ചെന്ന് വരും, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മൾ ലജ്ജിക്കപ്പെടുകയും നിന്നാപാത്രമായി എന്ന് വരും, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ നമ്മൾ ലജ്ജിക്കപ്പെട്ടു എന്ന് വരും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വചനം പറയുന്നു, കർത്താവിൻ്റെ മുമ്പിൽ കൊള്ളാകുന്നവനായി നിന്നിട്ട് നീ ലജ്ജ അനുഭവിക്കുകയാണെങ്കിൽ ഒരു കാര്യം മാത്രം ഇന്ന് നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി. ഒരു ഭയങ്കര പ്രൊമോഷൻ നിന്റെ ജീവിതത്തിൽ ദൈവത്താൽ വരാൻ വേണ്ടി മാത്രമുള്ള ലജ്ജയാണ്. ഭയങ്കര പ്രൊമോഷനായിരിക്കും. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ്റെ ജീവിതത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുരുകുന്നത് കർത്താവ് കണ്ടോണ്ട് നിൽക്കത്തില്ല കേട്ടോ. ഇല്ല. നിങ്ങളുടെ മക്കള്, പ്രത്യേകിച്ച് ഭയങ്കര ചൂടുള്ള കാലമാണ്, നിങ്ങളുടെ മക്കള് പൊരി വെയിലത്ത് ഇറങ്ങി ഇങ്ങനെ നിൽക്കുക. രാവിലെ 9 മണിക്ക് ഇറങ്ങി വെളിയിൽ നിന്നതാ, 11 മണിക്ക് നിൽക്കുന്നു, 1 മണിക്ക് നിൽക്കുന്നു, 2 മണിക്ക് നിൽക്കുന്നു, സൂര്യൻ തലയ്ക്ക് മോളിൽ നിൽക്കുന്നു. നിങ്ങൾ എത്ര സമയം കണ്ടുകൊണ്ട് നിൽക്കും? പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് അകത്ത് കയറ്റി ഒന്ന് നനച്ചിങ്ങെടുക്കത്തില്ലേ? ഇല്ലേ? ഇതുപോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കമായി നിൽക്കുന്നവൻ ഒരു 11 മണിവരെയൊക്കെയുള്ള വെയിൽ കൊള്ളുന്നത് കർത്താവ് കണ്ടുകൊണ്ടിരുന്നെന്ന് വരും. പക്ഷെ സൂര്യൻ തലയ്ക്ക് മുകളിൽ വരുന്നത് കണ്ടുകൊണ്ട് കർത്താവ് നിൽക്കത്തില്ല. പ്രശ്നം നിനക്ക് നേരെ ഇരച്ചു കയറുന്നതൊക്കെ ഒരുപക്ഷെ കർത്താവ് കാണുന്നുണ്ടായിരിക്കും. പക്ഷെ അത് നിന്നെ മുക്കത്തില്ല എന്ന്, മുക്കിക്കളയത്തില്ലെന്ന്, ഒരു തീയും നിന്നെ വിഴുങ്ങത്തില്ലെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടോ അടിവരയിട്ട് സംസാരിക്കുകയാണ്. നിന്റെ സമുദ്രങ്ങൾ നിന്റെ മേലെ കവിഞ്ഞൊഴുകിയെന്ന് വരും, പക്ഷെ നീ അതിനകത്ത് മുങ്ങിപ്പോകത്തില്ലെന്ന്. തീയുടെ അനുഭവങ്ങൾ നിന്നെ പൊള്ളിക്കത്തില്ലെന്ന്, അത് നിന്നെ വിഴുങ്ങത്തില്ലെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടോ പറയുകയാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിനു കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ദൈവത്തിനു കൊള്ളാകുന്നവനായി. നിങ്ങളുടെ വായിന്ന് പുറത്തു പോകുന്നതിൽ അധികവും ദൈവവചനമായിരിക്കട്ടെ. ഈ വചനം പറയുമ്പോൾ നമുക്ക് അതിനകത്ത് കൂടുതൽ കയറ്റേണ്ടി വരത്തില്ല. ശുശ്രൂഷകന്മാർ എന്നെ കാണുന്നുണ്ടെങ്കിൽ, ദൈവദാസിമാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ. സത്യവചനം കൊടുത്തിട്ട് കൂടെ നിൽക്കുന്നവർ നിന്നാൽ മതി. ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനകത്ത് പ്രവചനമൊന്നുമില്ല, ഇതിനകത്ത് നമുക്ക് വേണ്ട ദൂതൊന്നുമില്ല, ആലോചന, ഈ ദൂതും ആലോചനയും എല്ലാം കൂടെ കെട്ടി അലമാര നിറഞ്ഞു. പക്ഷെ ഒരു ദൂതും ഒരു ആലോചന നടക്കുന്നില്ല. ഇന്നും ആലോചനയുടെ പുറകെ നടക്കുക, ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുക. ആലോചന, ഒരാലോചനയുണ്ട്, നിങ്ങൾക്ക് വേണോ? ഈ ബൈബിൾ പറയുന്ന ആലോചനയ്ക്ക് മേലൊരു ആലോചന ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഭജനം പറയുന്നു, ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. അപ്പൊ നമ്മളിപ്പോ എത്ര കാര്യം പറഞ്ഞു? നിൽപ്പാൻ ശ്രമിക്കുക എന്ന കാര്യം വരെ നമ്മൾ എത്തി. ഞാൻ ഇനി ഇവിടെ നിന്ന് പെട്ടെന്ന് പോവാട്ടോ, നമ്മുടെ സമയം കഴിഞ്ഞു. പിന്നെ അടുത്തത് പറയുന്നു, നോക്കിയാൽ തിമോത്തിയോസിന്റെ തന്നെ ലേഖനം, രണ്ടാമത്തെ ലേഖനം 4:21 കർത്താവ് ഒരു ഇൻവിറ്റേഷൻ നടത്തുകയാണ്. വരുവാൻ ശ്രമിക്കുക. എപ്പോഴാ വരാൻ ശ്രമിക്കുക എന്നറിയാമോ? 21 വാക്യം, തിമോത്തിയോസിന്റെ 2 ലേഖനം 4 അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെ വായിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പ്രിസ്കയ്ക്കും അക്വിലാവിനും ഒനേസിഫൊറോസിന്റെ
കുടുംബത്തിനും വന്ദനം ചൊല്ലുക. എരസ്തോസ് കൊരിന്തിൽ താമസിച്ച് ത്രൊഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. ശീതകാലത്തിനു മുൻപേ വരുവാൻ ശ്രമിക്കാം. ശീതകാലത്തിനു മുൻപേ വരുവാൻ ശ്രമിക്കുക. കർത്താവ് ചിലരെ തൻ്റെ പക്ഷത്തോട്ട് വിളിക്കുകയാണ്. ശീതകാലത്തിനു മുൻപേ വരുവാൻ ശ്രമിക്കുക. അല്പം നമുക്ക് നിന്ന് പിഴയ്ക്കാവുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ അകന്നു നിൽക്കും കർത്താവിൽ നിന്ന്. കാരണം നമുക്ക് സുഹൃത്തിൽ നിന്ന് സഹായം വരുന്നുണ്ട്, ബന്ധുക്കളിൽ നിന്ന് സഹായം വരുന്നുണ്ട്, നമുക്കൊരു ചൂടൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ തണുത്ത് തുടങ്ങുന്നില്ല, ഒരു ചൂടൊക്കെ കിട്ടുന്നുണ്ട്. ചിലരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട്, ചിലരൊക്കെ ഒന്ന് ബലപ്പെടുത്താനുണ്ട്, ചിലരൊക്കെ ഡെയിലി ഒന്ന് വിളിച്ച് അന്വേഷിക്കാനുണ്ട്. പക്ഷെ മക്കളെ, ഇതൊക്കെ നമ്മുടെ അടുത്തുനിന്ന് മാറിപ്പോകുന്നൊരു സന്ദർഭം വരും. അന്നേരം നമുക്ക് ചെന്ന് കയറാമെന്ന് വെച്ചാൽ ശീതമായിരിക്കും, ഭയങ്കര ശീതമായിരിക്കും. നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഐസായി പോകുന്നൊരു ഘട്ടം വരും. നീ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ വരെ സഞ്ചരിക്കാൻ ഒരു പക്ഷേ നിനക്ക് സാഹചര്യം കിട്ടിക്കൊള്ളണമെന്നില്ല, ആയുസ് കണ്ടുകൊള്ളണമെന്നില്ല, ആരോഗ്യം ഉണ്ടാകണമെന്നില്ല. പൗലോസ് പറയുക, ശീതകാലത്തിന് മുൻപേ വരുവാൻ ശ്രമിക്കാം. ആരെങ്കിലും കർത്താവിൽ നിന്നൊക്കെ പിണങ്ങി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും വിടുതലില്ല, എത്ര കാലം കൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, നല്ല സമയമായത്, വചനം നിന്നോട് സംസാരിക്കുക. ശീതകാലത്തിന് മുൻപേ വരുവാൻ ശ്രമിക്കുക. ശീതകാലത്തിന് മുൻപേ വരുവാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, വരുവാൻ ശ്രമിക്കുക. ദ ലാസ്റ്റ് വൺ. 2 Peter chapter 1 verse 10. പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1:10. പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1:10. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 1:10 നോക്കിക്കേ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണം. നമ്മൾക്കൊക്കെ ശ്രമമേ ഉള്ളൂ. പക്ഷെ കർത്താവ് പറയാം, അധികം ശ്രമിക്കണം. അല്പം കിട്ടിയവർ അല്പം, അധികം കിട്ടിയവർ അധികം. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും. ഞാൻ ആത്മാവിൽ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ വെറുതെ അല്ല ഈ തിരുവചനം കേൾക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കർത്താവിൽ നിൽക്കുന്നേ. നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. അധികം ശ്രമിക്കുക. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ അധികം ഉറപ്പിക്കുവാൻ ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ, വചനം അടുത്തത് നിങ്ങളോടുള്ള പ്രവചന ശബ്ദാട്ടോ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുവാൻ അധികം ശ്രമിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ ഇന്നൊന്ന് തൊടാൻ ശ്രമിക്കണം കർത്താവിനെ. കഴിയുമോ? നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഇന്നൊന്ന് തൊടാൻ ശ്രമിക്കണം. ഷഖാറ്റാലായാബ. നിങ്ങൾ ഇന്ന് നിൽപ്പാൻ ശ്രമിക്കണം. നിങ്ങളെ നിലനിർത്തത്തില്ലെന്ന് പറയുന്ന സകല ദുർശക്തികളോടും ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടാൻ പോവുക. നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടൊരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ വൈകരുത്. നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടൊരു സൗഖ്യം എൻ്റെ മേൽ വരാതിരിക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒത്തിരി പേരും അവിടെ ഉണ്ടായിരുന്നിട്ടും ചില വ്യക്തികൾ, പുരുഷാരത്തിൽ ചിലർ കർത്താവിനെ തൊടുവാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. ഇതിൽ ശ്രമിച്ചിട്ട് വിട്ടുകളഞ്ഞവരുണ്ട്. ഇപ്പൊ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ അധികം ശ്രമിച്ചവരുണ്ട്. ശ്രമിച്ചുകൊണ്ടേയിരുന്നിട്ട് തൊട്ടിട്ട് ശക്തി പ്രാപിച്ചു പോയവരുണ്ട്. ഇന്ന് ഞാൻ ഏത് ഗണത്തിൽ പെടുമെന്ന് ദൈവമക്കളെ നിങ്ങൾ ഉറപ്പിക്കണം. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു, എന്നെ തൊടണമേ കർത്താവേ എന്ന് പറയുന്നവരുടെ ശരീരത്തിലേക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി പ്രവേശിക്കാൻ പോവാണ്.
അന്യഭാഷകളിൽ നിങ്ങൾ സംസാരിച്ച് ഇപ്പോൾ തന്നെ ആത്മാവിൽ കർത്താവിനോട് അടുത്തു ചെല്ലാൻ നിങ്ങൾ തീരുമാനിച്ചാട്ട്. ആത്മാവിൽ ദൈവം നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, ഈ ജനത്തെ അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ബ്രെയിൻ സ്പിരിറ്റ് expect something from God. Believe you will get something from God today. Kamo shakayate lambro satale retene ribiga shoulder me katayala liter me satiriga ma shantaba. എന്നോട് കർത്താവ് പറയാ, ചിലരുടെ ഷോൾഡറിൽ നിന്ന് ചില നുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നത് പോലെ, ഷോൾഡറിൽ നിന്ന് ചില നുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നത് പോലെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ശക്തി പുറപ്പെടുകയാണ്. ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുവിക്കുന്ന കർത്താവിന്റെ കരം ചിലരുടെ മേൽ നീട്ടുകയാണ്. ഇരുട്ടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇതാ കുടുംബങ്ങൾക്കകത്ത് നിന്ന് അതിന്റെ അടിവേര് ഇളകി തുടങ്ങുന്നു. രോഗികൾ സൗഖ്യമാകാൻ പോകുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പിന്മാറ്റക്കാർ മടങ്ങി വരാൻ പോകുന്നു. ലാംഥോ ലെബാർസ്റ്റേല ഷൽഥാർമ ഷെഗേബ ലെമാർഗോസി ടറാനാമ ഹോളി ഗോസ്റ്റ് എലലേയാം സെലേരാമ ഹസ്തുറോഠിമഹ ലെബരീനിയാം ഷക്കെ. കർത്താവേ, ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിശ്വാസത്തോടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിന്റെ മേൽ ഞാൻ ആത്മാവിൽ കൈ നീട്ടുകയാണ്. ഇപ്പോൾ ഒരു വിടുതൽ ആവശ്യമുള്ളവന്റെ മേൽ ഇപ്പോൾ ആ ഡെലിവറൻസ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. Come on, somebody receive this power right now. Ketaya logos satemaga. ദൈവത്തിന്റെ വചനം നിന്റെ മേലേക്ക് ശക്തിയായി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശക്തിയായി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ദിവ്യത്വം നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുട്ടിനെ ശാസിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ആ വിടുതൽ സംഭവിക്കട്ടെ. Kembarasi alabarabaudiма shaida prabhoshadilkana adheniligar thibal shandal prabhosh andarregeshadalkamanagadaga innu amen കർത്താവിനോട് പറയുന്നു, അകത്തളങ്ങളിൽ തന്നെ ഒരു ഭയങ്കര ഡെലിവറൻസ് നടക്കുകയാണ്. അകത്തളങ്ങളിൽ ഒരു ഭയങ്കര ഡെലിവറൻസ് നടക്കുകയാണ്. ചിലരുടെ ഉള്ളറകൾക്കകത്തേക്ക് കർത്താവ് പ്രവേശിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ജനം ഒരു സ്പർശനം ഇപ്പോൾ അനുഭവിക്കട്ടെ, ഒരു വിടുതൽ അനുഭവിക്കട്ടെ, ഒരു ദൈവശക്തിയിൽ ഇവർ നിറയട്ടെ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമക്കളെ, നിങ്ങളെ കർത്താവ് തൊട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ വചനം മറ്റുള്ളവർ കൂടെ നിങ്ങൾ അയച്ചു കൊടുത്താട്ടെ. അപ്പോൾ തന്നെ ഞങ്ങളുടെ രാവിലെ 6:30 വൈകുന്നേരം 6:30 ഈ ശുശ്രൂഷകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പതിവായി നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങൾക്കതൊരു വലിയ അനുഗ്രഹമായിരിക്കും എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ. സ്വർഗം നിങ്ങളെ ആശീർവദിക്കട്ടെ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവമക്കളെ, ഒത്തിരി സമയപരിമിതികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദയവായി വാട്സാപ്പിൽ നിങ്ങൾ ഈ നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളത് നോട്ട് ചെയ്തോളൂ, പ്രാർത്ഥിച്ചോളൂ. അത് നിങ്ങൾ ആ കാര്യത്തിലും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. പലരും വിളിക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് സമയത്തിൻ്റെ ലഭ്യത വെച്ചെടുക്കാൻ പറ്റുന്ന കോൾസ് എടുക്കുന്നുണ്ട്. അല്ലാത്തത് വാട്സാപ്പിലാണ് നമ്മൾ കൂടുതൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിലും കൂടെ ഒന്ന് ശ്രദ്ധ ചെലുത്തിയാൽ വളരെ നന്നായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ അനുസരണത്തിന് വളരെ നന്ദി. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും സപ്പോർട്ടിനും വളരെ നന്ദി. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ.